നമസ്കാരം. ഈ ലോകത്ത് സ്വന്തം ജനങ്ങളുടെ തലയ്ക്കുമേൽ ബോംബിടുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: പാകിസ്ഥാൻ. എല്ലാ രാജ്യങ്ങളും മറ്റേതെങ്കിലും രാജ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ ആ രാജ്യത്താണ് ബോംബുകളും മിസൈലുകളും ഒക്കെ തന്നെ വർഷിക്കാറുള്ളത്. അത് പരമാവധി തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ബോംബ് വർഷിക്കുന്നതും അതിൽ മിസൈൽ ആക്രമണം നടത്തുന്നതും എല്ലാം തന്നെ. പക്ഷേ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയുമായി ഏറ്റുമുട്ടാനെത്തി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി പാകിസ്ഥാൻ തോറ്റു തുന്നം പാടി ഒടുവിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പാകിസ്ഥാൻ ഒരു സത്യം മനസ്സിലായി: തങ്ങൾക്കൊരിക്കലും ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയുകയില്ല എന്ന്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയിരുന്ന എല്ലാ വ്യാജ പ്രചാരണങ്ങളും ഇതിനോടകം തന്നെ പൊളിഞ്ഞടങ്ങി കഴിഞ്ഞു. കൂടാതെ ഇവരുടെ പരാജയങ്ങളെക്കുറിച്ച് അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട പലരും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയായി. ലോകവേദികളിലൊക്കെ തന്നെ പാകിസ്ഥാൻ നാണം കെടുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം തന്നെ ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ്. ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയിലാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ബോംബാക്രമണം നടന്നത്. പാകിസ്ഥാൻ എല്ലാ കാര്യത്തിലും ചതിപ്രയോഗം നടത്തുന്ന രാജ്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെയും മനുഷ്യർ ഉറങ്ങി കിടക്കുന്ന സമയത്ത്, അതായത് രാത്രി 2 മണി എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഏറ്റവും ഗാഢമായ നിദ്രയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ബോംബാക്രമണം നടന്നിരിക്കുന്നത്. 30 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് എങ്കിലും അതിന് എത്രയോ ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മേഖലയാകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പർവ്വത മേഖലകളിലെ ഗ്രാമപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് വിചിത്രമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാൻ നിരവധി തീവ്രവാദ സംഘടനകളെ പോറ്റി വളർത്തുന്ന ഒരു രാജ്യമാണ്. ജെയ്ഷെ മുഹമ്മദ് പോലുള്ള എത്രയോ തീവ്രവാദ സംഘടനകളെയാണ് അവർ വളർത്തിവിട്ടിട്ടുള്ളത്. ഈ തീവ്രവാദ സംഘടനയുടെ നേതാക്കൾക്ക് തന്നെ ഇന്ത്യയിലേക്ക് ഇനി തങ്ങൾക്ക് ആക്രമണം നടത്താനും കഴിയുകയില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവർ ചെയ്യുന്നത് തങ്ങളെ വളർത്തിയ പാകിസ്ഥാനിട്ട് തന്നെ തിരിഞ്ഞു കൊത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ നിരന്തരമായ തീവ്രവാദി ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ തീവ്രവാദികളെ ആക്രമിച്ച് കീഴടക്കാനുള്ള പ്രിസിഷൻ അറ്റാക്ക് സംവിധാനമൊന്നും തന്നെ ഇന്ത്യക്കോ ഇസ്രയേലിനോ ഉള്ളതുപോലെ പാകിസ്ഥാനില്ല. അതുകൊണ്ട് ഒരു മേഖലയാകെ തന്നെ ബോംബിട്ട് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പ്രദേശം മുഴുവൻ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയൊക്കെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. പാകിസ്ഥാനിൽ മനുഷ്യാവകാശങ്ങൾ എല്ലാ കാലത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോഴും അവിടെ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പല മനുഷ്യാവകാശ സംഘടനകളും പാകിസ്ഥാനെതിരെ ഇക്കാര്യത്തിൽ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ മേഖലയിൽ തീവ്രവാദികളുടെ പ്രശ്നമുണ്ടെങ്കിൽ അത് തീവ്രവാദികളെ പിടികൂടുക, അതിന് പകരം സാധാരണക്കാര ജനങ്ങളെ കൊന്നു തള്ളുന്നത് ശരിയായ രീതിയല്ല എന്ന് ഈ മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാളമാണ്, അതല്ലാതെ അവിടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പാർലമെൻറ്റോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം, പട്ടാള മേധാവികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അവിടുത്തെ സൈനിക മേധാവി അസീം മുനീറിനെ സംബന്ധിച്ചൊക്കെ തന്നെ പരമാവധി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക, കമ്മീഷൻ അടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇതിന് സമാനമായൊരു അവസ്ഥ തന്നെയാണ് ബലൂചിസ്ഥാനിലും ഉള്ളത്. അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്ത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പട്ടിണിക്കിടുന്ന പാക് സർക്കാരിനെതിരെ അവിടെ ബഹുജന മുന്നേറ്റം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനെ അടിച്ചമർത്താനുമൊക്കെ അവർ ചെയ്യാറുള്ളത് രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ബോംബിങ് നടത്തി പാവങ്ങളെ മുഴുവൻ കൂട്ടക്കൊല നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ഇവരുടെ ആക്രമണത്തിന് ഇരയാകാറുമുള്ളത്. ഏതായാലും ഈ ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപക്ഷെ സമാധാനം പറയേണ്ടി വരും എന്നാണ് കരുതപ്പെടുന്നത്. കാരണം സാധാരണക്കാരായ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെ ബോംബിട്ട് കൊല്ലുക, തീവ്രവാദികൾ ആക്രമിക്കാൻ എന്നുള്ള പേരിൽ സ്വന്തം ജനങ്ങളെ തന്നെ കൊല്ലുന്ന ലോകത്തെ അപൂർവ സർക്കാരുകളിൽ ഒന്നായി മാറുകയാണ് പാകിസ്ഥാൻ. അവിടെ ഇപ്പോൾ ഒരു സർക്കാർ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് ഭംഗിവാക്ക് മാത്രം പറയാനേ കഴിയുകയുള്ളൂ. പട്ടാളം തന്നെയാണ് എല്ലാ കാലത്തെയും പോലെ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അസീം മുനീർ എന്ന അവിടുത്തെ സൈനിക മേധാവിയാണ് ഇപ്പോൾ വിദേശ സന്ദർശനങ്ങൾക്ക് പോലും പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. വൈറ്റ് ഹൗസിലൊക്കെ ഇയാളെത്തി അവിടെ ഒരു രാഷ്ട്രത്തലവന് ലഭിക്കുന്ന പോലെയുള്ള സ്വീകരണം ലഭിച്ച സമയത്തൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞതാണ് ഇയാൾ ശരിക്കും അവിടുത്തെ രാഷ്ട്രത്തലവൻ തന്നെയാണ്, അതല്ലാതെ സൈനിക മേധാവിയല്ല. കാരണം അസീം മുനീർ തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന വ്യക്തി. ഏതായാലും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ മരണസംഖ്യയെക്കുറിച്ചും മറ്റുമൊക്കെ കൃത്യമായ വിവരം പുറത്തെത്തും. ആളുകൾക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഘടമായ സ്ഥലങ്ങളിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റാൻ കഴിയുകയില്ല എന്ന് പാക് സൈന്യത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഏറ്റുമുട്ടാനെത്തി തോറ്റു തുന്നം പാടിയ പാകിസ്ഥാനെ സംബന്ധിച്ച് തൽക്കാലം അവർക്ക് സ്വന്തം ജനങ്ങൾ തന്നെ കൊന്നു തള്ളി ഞങ്ങൾ വിജയിച്ചു എന്ന് ആശ്വസിക്കാം.